അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അഡ്വക്കേറ്റ് സാറ ജാഫറും പ്രവർത്തകരും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. കോഴിക്കോട് കോർപ്പറേഷൻ മാങ്കാവ് 34-ാം വാർഡിൽ നിന്നും LDF പിന്തുണയോടെയാണ് അഡ്വക്കേറ്റ് സാറ ജാഫർ ജനവിധി തേടുന്നത്. സ്വതന്ത്രയായി കുടച്ചിഹ്നത്തിലാണ് മത്സരിക്കുന്നതെങ്കിലും ഇടതുപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ മാങ്കാവിൽ നിവർത്തി നിൽക്കുന്ന ഈ കുടയ്ക്ക് കീഴിലുണ്ട്. വാർഡ് വിഭജനത്തോടെ കഴിഞ്ഞ 15 വർഷം മുൻപാണ് LDFന് 34-ാം വാർഡ് കൈവിട്ടുപോയത്. വാർഡ് LDF തിരിച്ചുപിടിക്കുന്നതോടൊപ്പം വികസനം എന്തെന്ന് കാണിച്ചു കൊടുക്കുക കൂടിയാണ് ലക്ഷ്യമെന്ന് അഡ്വക്കേറ്റ് സാറ ജാഫർ പറയുന്നു. ഇതുവരെ 15 വർഷമായിട്ട് UDF ഭരിച്ചുകൊണ്ടിരിക്കുന്നൊരു വാർഡാണ് നമ്മുടേത്. പല സ്ഥലങ്ങളിലും വികസനം ഇനിയും എത്താനുണ്ട്. ഒരുപാട് നമ്മുടെ വാർഡെന്ന് പറയുന്നത് ഒരു 3 തരത്തിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു വാർഡാണ്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും അതുപോലെ ഒരു മീഡിയം ജീവിതം നയിക്കുന്നവരും അല്ലെങ്കിൽ ഒരു ഉയർന്ന ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈ സ്റ്റാൻഡേർഡ് ഹൈ പ്രൊഫൈലിൽ ജീവിക്കുന്നവരും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ളൊരു വാർഡാണ് നമ്മുടേത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 15 വർഷകാലമായിട്ട് ഈ സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതായത് കൂളിത്തറ, കൊളമ്പടന്ന, മേടോൽത്തൊടി അങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും ഇതുവരെ വികസനം എത്തിയിട്ടില്ല. കഴിഞ്ഞ 15 വർഷമായിട്ട് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളല്ലാതെ യാതൊന്നും തന്നെ അവിടെ നടത്തിയിട്ടില്ല. വലിയ തോടുകൾ 15 വർഷം മുമ്പ് ക്ലീൻ ചെയ്തിട്ടുള്ള തോടുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഒരു മഴ പെയ്യുമ്പോഴേക്കും മുഴുവൻ ആളുകളും അവിടെ നിന്ന് സ്ഥലം മാറി അടുത്തുള്ള സ്കൂളുകളിലേക്കൊക്കെ താമസിക്കുന്ന അവസ്ഥയാണ് വരുന്നത്. വളരെ സങ്കടം തോന്നുന്ന അവസ്ഥയാണ്. സാമുദ്രിക കോവിലകങ്ങളുടെ മണ്ണായ മാങ്കാവിൽ ഒരു സാംസ്കാരിക നിലയം, സമ്പൂർണ്ണ ആരോഗ്യ കേന്ദ്രം, അത്യാധുനിക മിനി സ്റ്റേഡിയം, ശുദ്ധജല കുടിവെള്ള സ്രോതസ്സുകളുടെ നവീകരണം, വർഷങ്ങളായി ശുചീകരണമില്ലാത്ത തോടുകളുടെ നവീകരണം, തെരുവ് വിളക്കുകൾ, അങ്ങനെ ജനോപകാരപ്രദമായ പല പദ്ധതികളും സാറ ജാഫർ മുന്നോട്ട് വയ്ക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കിപ്പോൾ ഉണ്ട്. ഇവരുടെ എല്ലാ സപ്പോർട്ട് ഇക്കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അവരുടെ സ്നേഹവും സപ്പോർട്ടും ഇതുവരെ ഉണ്ട്. ഇനിയും അതുണ്ടാവുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുകൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മാങ്കാവിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. പ്രദേശത്തെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായ അഡ്വക്കേറ്റ് സാറ ജാഫർ ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് LDF പ്രവർത്തകർക്കും വിശ്വാസമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിലെ ജനകീയ പ്രതികരണം അതിനുള്ള ഉദാഹരണമായി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. മാങ്കാവിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഉണർവേകി 34-ാം വാർഡിൽ നിന്ന് ഈ കുടചൂടി കൗൺസിലെത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അഡ്വക്കേറ്റ് സാറ ജാഫറും LDF പ്രവർത്തകരും. ഈ ന്യൂസ് കോഴിക്കോട്.